സ്വയ എന്ന് പറഞ്ഞാല് തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത. സ്വയത്ത് എന്ന് പറഞ്ഞാൽ തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം സൂചിക്കാണ് സ്വയ എന്ന് പറയാം. അപ്പോ തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ യുദ്ധത്തിന് പോകുമ്പോഴേ 12 ആടുകളും ഒരു സൂചിയും ഈ പെണ്ണ് വീട്ടിൽ വെച്ചിട്ടാ പോയത്. വീട്ടിലാക്കിയിട്ട് തറക്കത് 12 അൻസൻ ലഹാ വസ്വയ്സ്വയതഹാ കാനത് തൻസുജു ബിഹാ. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫഫഖദത് അൻസൻ മിൻ ഗനമിഹാ വസ്വയ്സ്വയതഹാ. തിരിച്ചു വരുമ്പോഴേ 11 ആടേ ഉള്ളൂ, ഒന്ന് കാണാനില്ല, സൂചിയും കാണാനില്ല. അപ്പൊ അന്ന് ആടിന്റെ രോമമെടുത്ത് തുന്നിക്കൊടുക്കും. അവര് വീട്ടിൽ ചെയ്യുന്ന ജോലിയാണ് തുന്നിക്കൊടുക്കുക, അതവരുടെ ജീവിതമാർഗമാണ്. ഒരാടിനെ കാണുന്നില്ല, അവര് തുന്നാൻ ഉപയോഗിച്ചിരുന്ന സ്വയത്തും കാണുന്നില്ല, സൂചിയും കാണുന്നില്ല. നമുക്ക് ഇന്ന് കാണാൻ അടുത്ത വീട്ടിൽ പോയി വാങ്ങിക്കാൻ പറ്റും, അന്ന് കിട്ടൂലല്ലോ. അന്ന് ഷൈവ് ചെയ്യുന്ന ബാർബർ ഒരു നാട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അയാളുടെ അടുത്തേ കത്തി ഉണ്ടാവുള്ളൂ. അയാൾ ഒരു റൗണ്ട് പൂർത്തിയായി വരണമെങ്കിൽ മിനിമം ഒരു മാസം എടുക്കും. അതുകൊണ്ട് 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യൻ അൺവാണ്ടഡ് ഹെയർസ് ഒക്കെ ഒഴിവാക്കണം, ഷൈവ് ചെയ്യണം എന്ന് നബി തങ്ങൾ പറയാൻ കാരണം 40 ദിവസം എന്ന് പറയാൻ 40 ദിവസം കഴിയുമ്പോൾ ഒരു ബാർബർ വരുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ പോലെ ജില്ലറ്റിന്റെ ഇത് വാങ്ങിക്കാൻ കിട്ടൂലല്ലോ. അതാണ് അവസ്ഥ. ഉമ്മാക്ക് ഭയങ്കര വിഷമായി, ഒരാടിനെ കാണാനില്ല. അവരുടെ ജീവിതമാണത്, അവരുടെ വരുമാനമാണ്. പിന്നെ സൂചിയും കാണുന്നില്ല. ആ ഉമ്മ പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, ഇന്നക ഖദ് ളമിൻത ലിമൻ ഖറജ ഫീ സബീലിക അൻ തഹ്ഫള അലൈഹി. പടച്ചവനെ, നിന്റെ വഴിയിൽ പുറപ്പെട്ട ആളുകൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന് ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടതാ. എന്നിട്ട് എങ്ങനെ എന്റെ ആട് നഷ്ടമായി പടച്ചവനെ? എന്റെ ആ സൂചി സ്വയത്തെ എങ്ങനെ നഷ്ടമായി പടച്ചവനെ? നീയാണെങ്കിലോ ഖദ് ളമിൻത, നീ ജാമ്യം നിന്നിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ, നിന്റെ മാർഗത്തിൽ പോകുന്ന ഒരാൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന്. പിന്നെ എന്റെ സൂചി പോയതോ, എന്റെ ആട് പോയതോ? പടച്ചവനെ, എന്റെ ഒരാടിനെ കാണാനില്ല, എന്റെ സൂചിയും കാണുന്നില്ല. എനിക്ക് എന്റെ ആടിനെ കിട്ടിയേ പറ്റൂ, എനിക്ക് എന്റെ സൂചി കിട്ടിയേ പറ്റൂ. നീ അത് സംരക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടത്, ആടിനെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് എന്ന് ആ ഉമ്മ അല്ലാഹുവിനോട് വാശി പിടിച്ച് ദുആ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, യദ്കുറു ശിദ്ദത മുനാശദതിഹാ റബ്ബഹാ തബാറക വ തആല. തന്റെ രക്ഷിതാവായ അല്ലാഹുവിനോട് ഈ ഉമ്മ എത്ര കണിശമായിട്ടാണ് പറഞ്ഞത്. പടച്ചവനെ, എനിക്കത് കിട്ടിയേ പറ്റൂ, നീയല്ലേ പറഞ്ഞത് സംരക്ഷിക്കുന്നു, ഞാൻ അതുകൊണ്ടല്ലേ നിന്റെ വഴിക്ക് പോയത്. എനിക്ക് എന്റെ ആട് നഷ്ടമായിന്നോ? പറ്റില്ല, എനിക്കത് കിട്ടിയേ പറ്റൂ. നബി തങ്ങൾ പറയാ, വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു. قال رسول الله صلى الله عليه وسلم പറയുന്നു, فاصبحت عنزها ومثلها وصيصيتها ومثلها. നോക്കുമ്പോ നഷ്ടപ്പെട്ട ആടിന്റെ കൂടെ മറ്റൊരാടും, നഷ്ടപ്പെട്ട സൂചിന്റെ കൂടെ വേറൊരു സൂചിയും അല്ലാഹു അവളുടെ കൺമുമ്പിൽ കൊണ്ടുകൊടുത്തു. വഹാതീക്, നീ വേണമെങ്കിൽ വാ, ആ ഉമ്മ വീട്ടിലുണ്ട്, പോയി വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ സംശയം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയി ചോദിച്ചു നോക്ക്. ആ സ്വഹാബി പറഞ്ഞു, ബൽ ഉസദ്ദിഖുക യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്, ഞാൻ പോയി ചോദിക്കുന്നില്ല, എനിക്ക് വിശ്വാസമാണ് നബിയെ അങ്ങ് പറഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹുവിനെ ഭരമേൽപ്പിച്ച ഒരാൾക്ക് തീർച്ചയായും അല്ലാഹു അത് നൽകുക തന്നെ ചെയ്യും. തവക്കുലിന്റെ കരുത്താണത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്താണോ നമ്മൾ വിതക്കുന്നത്, അതാണ് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നത്. ശക്തമായ ഈമാൻ അല്ലാഹുവിൽ. നോക്കണേ, യൂസുഫ് ഇബ്നു യഅഖൂബ് അലൈഹിസ്സലാം, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം
യൂസുഫ് ഇബ്നു യാഖൂബ് അലൈഹിസ്സലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഒരു പിതാവിന്റെ മകൻ, അവരുടെ പിതാവ് മഹാൻ, അവരുടെ പിതാവ് മഹാൻ, അവരുടെ പിതാവ് മഹാൻ. അത് യൂസുഫ് നബി മാത്രമാണ്. യൂസുഫ് നബിയുടെ പിതാവ് യാഖൂബ് നബിയാണ്, ഇസ്ഹാഖ് നബി നബിയാണ്, അവരുടെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം നബിയാണ്. ആ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ നഷ്ടമായി മഹാനായ യാഖൂബ് അലൈഹിസ്സലാം കരഞ്ഞു. യാഖൂബ് സ്വാബിർ, ഒരുപാട് ക്ഷമിച്ച നബിയാണ് യാഖൂബ് അലൈഹിസ്സലാം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീയാണ് ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ. യാഖൂബ് നബിയുടെ വാക്കത നഷ്ടപ്പെട്ടു എന്നറിയാം, എന്നാലും അല്ലാഹുവേ എന്റെ മോനെ നീ സംരക്ഷിക്കുമല്ലോ. വഹുവ അർഹമുർ റഹീമീൻ, നീയാണല്ലോ റബ്ബേ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നത്. അല്ലാഹുവിനെ ഏൽപ്പിച്ചതാണ്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ യാഖൂബ് നബി അവസാന കാലം കണ്ടുമുട്ടുന്നുണ്ട്. ഈജിപ്തിന്റെ കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അർശിലിരിക്കുകയും ആ അർശിലേക്ക് പിതാവിനെ കയറ്റിയിരുത്തുകയും ചെയ്ത നേരം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വരുമ്പോ കണ്ണിന്റെ മീതെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് ഇട്ടുകൊടുക്കുകയും ഫർതദ്ദ ബസീറാ, കണ്ണിന് തിമിരം ബാധിച്ചത് തിരിച്ച് കാഴ്ച കിട്ടുകയും ചെയ്ത് യാഖൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിയുമായി കണ്ടുമുട്ടുമ്പോൾ 80 സന, 80 കൊല്ലം കഴിഞ്ഞിരുന്നു എന്നാണ് ചരിത്രം. 80 കൊല്ലം, യാ അല്ലാഹ്, 80 വർഷം, 80 വർഷത്തിന്റെ ഇടവേളക്ക് ശേഷമാണ് സ്വന്തം മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാഖൂബ് നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തത്. വമാ അലാ വജ്ഹിൽ അർളി അബ്ദുൻ അഹബ്ബ ഇലല്ലാഹി മിൻ യാഖൂബ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ യാഖൂബ് നബിയെക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു പടപ്പ്, ഒരു സൃഷ്ടിയും ലോകത്തില്ല തന്നെ യാഖൂബിയാണ്. ഇതിന് അത്ഭുതം, ഈ 4 വാപ്പമാരും മക്കളും ഒരു മഖാമിലാണ് അന്ത്യവിഷമം കൊള്ളുന്നത്. ഫലസ്തീനിൽ വരാന്നൊക്കെ പറയുന്നുണ്ട്. ഫലസ്തീനിലേക്ക് ഇൻഷാ അല്ലാഹ് 4 പേരും ഫലസ്തീനിൽ ഖലീലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാടുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 35 കിലോമീറ്റർ 25-35 കിലോമീറ്ററിന്റെ ദൂരം. ഖലീൽ എന്നാണ് നാടിന്റെ പേര്. ഇംഗ്ലീഷിൽ ഹിബ്രോൺ എന്നാണ് പറയാ. അവിടെ മസ്ജിദുൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മസ്ജിദുണ്ട്. അതൊരു ചെറിയ കുന്നാണ്, ഒരുപാട് സ്റ്റെപ്പ് കയറണം. അതിന്റെ കയറുന്നിടത്ത് വലതുഭാഗത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം, മേലോട്ട് കയറി ചെന്നാൽ സാറ ബീവി റളിയല്ലാഹു അൻഹ, പള്ളിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇപ്പുറത്ത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റിഫ്ഖ ബീവി. ഈ റിഫ്ഖ എന്നാണ് ഈ റബേക്ക എന്ന് പറയുന്നത്. റബേക്ക എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന റിഫ്ഖ ബീവിയെ ഇംഗ്ലീഷുകാരൻ വിളിച്ചുമ്പോൾ റബേക്ക എന്നായതാണ്. റബേക്ക റിഫ്ഖയാണ്, റിഫ്ഖ ബീവി സൗജതു ഇസ്ഹാഖ് റിഫ്ഖ അലൈഹിസ്സലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റിഫ്ഖ ബീവിയാണ്. വലത്തോട്ട് ചെന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന്റെ നേരെ ബാക്കിൽ ജൂതന്മാരാണ്. ഇപ്പോൾ യാക്കൂബ് നബിയുടെ ഖബർ അവരുടെ കയ്യിലാണ്. നമ്മൾ മദ്രസ ഒരുക്കണവരെ അവിടെ ഒരുച്ചിട്ടുണ്ട്, ജൂതന്മാരും മുസ്ലിമീങ്ങളും. അങ്ങനെ യാക്കൂബ് നബിയെ കിട്ടിയത് ജൂതന്മാർക്കാണ്. മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ളത് യൂസുഫ് നബി അലൈഹിസ്സലാം, സാറ ബീവി, ഇസ്ഹാഖ് നബി, റിഫ്ഖ ബീവി, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മുസിയാർത്തം എല്ലാവരും ഒരുമിച്ചാണ്. യൂസുഫ് നബിന്റെ ഉപ്പ യാക്കൂബ് നബി എവിടെ ഉണ്ട്? യാക്കൂബ് നബിന്റെ ഉപ്പ ഇസ്ഹാഖ് നബി ഉണ്ട്. ഇസ്ഹാഖ് നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എല്ലാവരും ഒരു മസ്ജിദിലാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്ത് നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓർക്കുന്ന നബിയല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടെയൊക്കെ ചെന്ന് ദുആയിരക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ആ മസ്ജിദിലേക്ക് കടക്കുന്നത് തന്നെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് പോലീസുകാരുടെ പട്ടാളക്കാരുടെ ചെക്കിങ് കഴിഞ്ഞിട്ടേ ഉള്ളിൽ കടക്കാൻ പറ്റുള്ളൂ. ഒരു സൂചി പോലും അതിനകത്തേക്ക് കയറൂല. പള്ളി നിസ്കരിക്കാൻ ആളില്ല, എല്ലാവർക്കും പേടിയാണ് വരാൻ. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് അകമ്പടിയായി പോലീസുകാർ സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ പോവുക, വരിക, അത്രയേ ഉള്ളൂ. എപ്പോഴും വളരെ സെൻസിറ്റീവായി നിൽക്കുന്ന, എപ്പോഴും യുദ്ധം പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലം. 80 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പക്ഷേ ആ ക്ഷമക്ക് അള്ളാഹു കൊടുത്ത കൂലിയാണത്. മകനെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ലോകത്തോട് വിട പറയുന്നത്. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, എന്നാൽ ആ സമ്പത്തിൽ ഒന്നുപോലും മക്കൾക്ക് ഓഹരി വെച്ചു കൊടുക്കാതെ മക്കൾക്ക് ദീന് മാത്രം കൊടുത്തൊരു പിതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു.
മക്കൾക്കൊന്നും ഉണ്ടായില്ല. മക്കളൊക്കെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളാണ് ഉണ്ടായത്. വാപ്പയുടെ വകയായിട്ട് സമ്പത്തൊന്നും കിട്ടിയിട്ടില്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ. പക്ഷേ വാപ്പയുടെ മരണശേഷം ഈ മക്കൾ വലിയ സമ്പൽ സമൃദ്ധി അല്ലാഹു അവർക്ക് നൽകിയത് ചരിത്രത്തിലുണ്ട്. അത് അല്ലാഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ നന്മകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ്. മക്കളോട് പറയുമായിരുന്നു, മക്കളെ, വാപ്പാക്ക് ഒരു ഡ്രസ്സാണുള്ളത്, മക്കൾക്കും അത് മതി. വാപ്പക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്താണോ വിശപ്പടങ്ങാൻ കഴിയുന്നത് അത് മാത്രമേ വാപ്പയുടെ ബൈത്തുൽ മാലിൽ നിന്നുള്ള മുസ്ലിമീങ്ങളുടെ സമ്പത്താണ്. അതുകൊണ്ട് എനിക്ക് ദൂർത്തടിക്കാനോ അനാവശ്യമായി ചിലമായി സ്വന്തം ഭാര്യയായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ മകൾ ഫാത്തിമയാണ് ഭാര്യ. ആ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ വജ്രമാല എടുത്തെനിക്ക് താ. അത് നിന്റെ വാപ്പ നിനക്ക് തന്ന സമ്മാനമാണ്. പക്ഷേ നിന്റെ വാപ്പ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് അനർഹമായി കൈപ്പറ്റിയ ആളാണ്. അതുകൊണ്ട് നിന്റെ കഴുത്തിലെ നൂറുകണക്കിന് കല്ലുകളുള്ള വജ്രമാല മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം, അതെടുത്തു താ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്ത ഭാര്യയാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. മരിച്ചപ്പോ ഖസാനയുടെ സൂക്ഷിപ്പുകാരൻ ചെന്ന് പറഞ്ഞു, ഫാത്തിമ, ഭർത്താവ് മരിച്ചില്ലേ, നിങ്ങളുടെ ആ മാല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്, വേണോ? കഴുത്തിലെടുത്ത് അണിയണമോ? 40 വയസ്സിനുള്ളിൽ മരിച്ചിട്ടുണ്ട് ഉമർ ഇബ്നുൽ അസീസ് തങ്ങൾ റളിയല്ലാഹു അൻഹു. 2.5 കൊല്ലമാണ് ഭരിച്ചത്. പക്ഷേ 25 കൊല്ലത്തിന്റെ നന്മ ചെയ്തു പോയ മഹാൻ. പറാവുകാരൻ ചോദിച്ചു, വേണോ? എടുത്തു തരാ, എന്റെ കയ്യിലുണ്ട്, ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല, അന്ന് അയച്ചു വെച്ചതല്ലേ. അദ്ദേഹത്തിന് അറിയാം ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മാല ഇഷ്ടമല്ല, ആഭരണങ്ങൾ ഇഷ്ടമാണല്ലോ. അന്നേരം ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് കൊടുത്ത മറുപടിയുണ്ട്, മാ കുന്തു ലിഉതിഅഹു ഹയ്യൻ വഅസിയഹു മയ്യിതാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പെണ്ണല്ല ഞാൻ. അത് അല്ലാഹുവിന് വേണ്ടി ബൈത്തുൽ മാലിലേക്ക് ഞാൻ നൽകി കഴിഞ്ഞു, പാവപ്പെട്ടവർക്ക് നൽകാൻ. എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ ഉമ്മ. ഈ ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ മക്കളെ അല്ലാഹു കൺമണി പോലെ സംരക്ഷിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മയെ കുറിച്ചാ പറയുന്നത്. ആരാണ് അസ്മാ ബീവി? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോളാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്, പക്ഷെ ഉമ്മ വേറെയാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളുടെ ഹജ്ജാജ് ഇബ്നു യൂസുഫും തമ്മിലുണ്ടായ സംഘട്ടനം മക്കയിൽ നടക്കുമ്പോ അസ്മാ ബീവിക്ക് കണ്ണു കാണില്ലായിരുന്നു. 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് അസ്മാ ബീവി എന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ ഹിജ്റ പോകുമ്പോൾ സൗർ ഗുഹയിൽ മുത്തനബി തങ്ങളും സിദ്ദീഖ് തങ്ങളും അവിടെ 3 ദിവസം ഒളിച്ചു പാർത്തപ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത പൂർണ്ണ ഗർഭിണിയായിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹ ഒരു ദിവസം 2 തവണ ആ സൗർ മല മുഴുവൻ. നമുക്ക് ആണുങ്ങൾക്ക് തന്നെ കയറാൻ വയ്യ, പിന്നീട് ഗർഭിണികൾക്ക്. നമുക്ക് ഇന്നവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനികൾ കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി സൗകര്യം ചെയ്തിട്ടുണ്ട് സൗറും ഹിറായും കാണാൻ. പക്ഷേ നമുക്ക് പോലും തളർന്നു പോയി പോകും അവിടെ എത്തുമ്പോഴേക്ക്. സുബ്ഹാനല്ലാഹ്. ആ 2 മലകളിൽ ഏറ്റവും ഉയർച്ചയുള്ള മലയാണ്, ഉയർന്ന മലയാണ് സൗർ. ആ സൗർ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങൾക്കും അവരുടെ ഉപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണവുമായി രാവിലെയും വൈകുന്നേരവും കയറിയിറങ്ങും, ആരാരും കാണാതെ. ഗർഭിണിയായിരുന്ന മഹദി അന്ന് ഭക്ഷണം കൊണ്ടുപോകുമ്പോ കെട്ടിവെക്കാൻ കയറ് കിട്ടിയില്ല. എങ്ങനെ തെരഞ്ഞിട്ടും കയറ് കിട്ടുന്നില്ല. തന്റെ ബെൽറ്റ് ഉണ്ട്. അവിടുത്തെ ഇസാറിന്റെ മീതെ ഉടുക്കുന്ന അരമുണ്ടിന്റെ മീതെ ഉടുത്തിരുന്ന ഒരു തോലിന്റെ ബെൽറ്റ് ഉണ്ടായിരുന്നു, നിതാഖ്. ആ ബെൽറ്റ് 2 പാതിയാക്കി. ഒരു പാതി കൊണ്ട് ഭക്ഷണം കെട്ടിവെച്ചു, അത് വീഴാതിരിക്കാൻ. മറ്റേ പാതി കൊണ്ട് വസ്ത്രം കെട്ടിവെച്ചു. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ വിളിച്ചത് 2